എണ്ണ വിപണിയിൽ വലിയ വിസ്ഫോടനം സൃഷ്ടിച്ചുകൊണ്ട് UAE ഓപെക് പ്ലസിൽ നിന്ന് ഇപ്പോൾ പിന്മാറിയിരിക്കുകയാണ്. എന്താണ് UAEയുടെ ഈ പിന്മാറ്റത്തിന് പിന്നിലുള്ള കാരണങ്ങൾ എന്നാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. പ്രധാനമായും സൗദി അറേബ്യയും UAEയും തമ്മിൽ ഈ വിഷയത്തിൽ എന്ത് ഭിന്നതയാണുള്ളത്? രണ്ടാമത്തെ കാര്യം, ഈ ഒരു നീക്കത്തിന് പിന്നിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നതാണ്. മൂന്നാമത്തേത്, എന്ത് നേട്ടമാണ് UAEക്ക് ഈ ഒരു നീക്കത്തിലൂടെ ഉണ്ടാകുന്നത് എന്നാണ്. ഓപെക് എന്ന് പറയുമ്പോൾ തന്നെ സൗദി അറേബ്യയുടെ ആധിപത്യമാണ് അവിടെ ഉള്ളത്. കാര്യമായും സൗദി അറേബ്യ എണ്ണയുടെ ഉൽപാദനം കുറക്കുകയും ഓപെക്കിന്റെ നിയമം അനുസരിച്ച് ഒരു കൃത്യമായ ലെവൽ മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ പാടുള്ളൂ. കാരണം വിപണിയിൽ എണ്ണ കൂടുതലായി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ എണ്ണയുടെ വില കുറയും. അതുകൊണ്ട് എണ്ണ വില നിലനിർത്താൻ വേണ്ടി ഉൽപാദനം കുറക്കുക എന്നത് സൗദി അറേബ്യയുടെ ഒരു നീക്കമാണ്. എന്നാൽ ആ നീക്കത്തിന് വിധേയമായി കൊണ്ടാണ് ഓപെക് പ്ലസ് രാഷ്ട്രങ്ങളെല്ലാം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു നീക്കത്തിൽ നിന്നാണ് UAE പിന്മാറുന്നത്. എന്തിനാണ് സൗദി അറേബ്യ ഉൽപാദനം കുറച്ച് എണ്ണയുടെ വിപണിയുടെ വില ഉയർത്തുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ എണ്ണ, ഒരു ബാരൽ എണ്ണ ഭൂമിക്കടിയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ സൗദി അറേബ്യ ആണെങ്കിലും UAE ആണെങ്കിലും $4 അല്ലെങ്കിൽ $5 ചെലവ് വരുന്നത്. അതായത് $80 ബാരലിന് നിലനിൽക്കുമ്പോഴാണ് സൗദിയുടെ സാമ്പത്തിക അവസ്ഥ ക്ലിയർ ആയി പോകുന്നത്. അതേസമയത്ത് UAE സംബന്ധിച്ചിടത്തോളം $60 അല്ലെങ്കിൽ $65 ഉണ്ടായാൽ തന്നെ കാര്യങ്ങൾ സ്റ്റേബിൾ ആകും. എന്നാൽ എന്തുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്? സൗദി അറേബ്യയും UAEയും തമ്മിൽ വലിയ വ്യത്യാസം പോപ്പുലേഷനിലുണ്ട്. 3.6 കോടി ജനങ്ങൾ സൗദി അറേബ്യയിലുണ്ട്. അതേസമയത്ത് UAEയിലുള്ളത് 1 കോടിയാണ്. അതിൽ തന്നെ നമുക്ക് പോപ്പുലേഷൻ പരിശോധിക്കുമ്പോൾ ഇതിന്റെ 58% സൗദി അറേബ്യയിൽ സൗദി സിറ്റിസൺഷിപ്പ് ഉള്ള അവിടെയുള്ള സൗദി പൗരന്മാരാണ്. എന്നാൽ UAEയിൽ ഇതിൽ 11% മാത്രമാണ് UAEക്കാരായിട്ടുള്ള ആളുകളുള്ളത്. അതുകൊണ്ട് തന്നെ ചെലവ് കൂടുതലായിട്ടും സൗദി അറേബ്യക്കാണ് UAEയേക്കാൾ വരുന്നത്. അതുകൊണ്ട് ഇത്രയും വില നിലനിർത്തുക എന്നത് സൗദി അറേബ്യയുടെ ആവശ്യമാണ്. എന്നാൽ ഇപ്പോൾ UAE നടത്തിയ ഈ നീക്കത്തിലൂടെ ഓപെക്കിന്റെ നിയന്ത്രണങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് കൂടുതൽ എണ്ണ വിപണിയിൽ എത്തിക്കാൻ UAEക്ക് സാധിക്കും. അത് മുഖേന എണ്ണയുടെ വില കുറയും. പക്ഷെ നിലവിൽ ഇപ്പോൾ എണ്ണയുടെ വില വർദ്ധിച്ചിട്ടുണ്ട്, അത് മറ്റൊരു വിഷയം. എന്നാൽ തന്നെയും ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുണ്ട്. UAEക്കും സൗദി അറേബ്യക്കും ഒക്കെ ഈ ഹോർമുസ് കടലിടുക്കുള്ള ഉപരോധം കാരണം, ഇറാൻ അടച്ചത് കാരണം അവരുടെ എണ്ണ എങ്ങനെയാണ് പുറത്തു കൊണ്ടുപോകാൻ സാധിക്കുക എന്ന പ്രധാന ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരം നമ്മൾ പറയാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു നീക്കത്തിലൂടെ സൗദി അറേബ്യക്കും UAEക്കും തമ്മിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നു. കാരണം സൗദി അറേബ്യ ഈ അടുത്തായി സ്വീകരിക്കുന്ന പല നിലപാടുകളും UAE ഇഷ്ടപ്പെടാത്ത നീക്കങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ അവസാന ഘട്ടങ്ങളിലെല്ലാം ഉള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ് സൗദി അറേബ്യയും UAEയും തമ്മിലുള്ള ഭിന്നത വർദ്ധിച്ചു വരാനുള്ള കാരണം. നമുക്കറിയാം, സുഡാനുമായിട്ടുള്ള വിഷയമാണെങ്കിലും യമനുമായിട്ടുള്ള വിഷയമാണെങ്കിലും ഒക്കെ സൗദി അറേബ്യയും UAEയും തമ്മിൽ വലിയ ഭിന്നത അവിടെ നിലനിൽക്കുകയാണ്. അതുപോലെ സോമാലിലാൻഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഉണ്ട്. അവിടെയൊക്കെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നീക്കങ്ങൾക്കൊപ്പമാണ് UAEയുടെ നിലപാടുള്ളത്. അതേസമയം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ രാഷ്ട്രത്തിനൊരു ഭീഷണിയാകുന്നു എന്നതാണ് പ്രശ്നം. സ്വാഭാവികമായും സോമാലിലാൻഡിലാണെങ്കിലും അതുപോലെ യമനിലാണെങ്കിലും ഒക്കെ വിദേശ ആധിപത്യം, ഇസ്രയേലിന്റെയോ അമേരിക്കയുടെ ആധിപത്യം ഉണ്ടാകുന്നത് സൗദി അറേബ്യക്ക് ഭീഷണി ഉണ്ടാകും. പ്രത്യേകിച്ച് ഇസ്രയേലിന്റെ ആധിപത്യത്തെയാണ് സൗദി അറേബ്യ ഭയക്കുന്നത്. അതേസമയത്ത് ഇസ്രയേലുമായിട്ടുള്ള ഒരു സൗഹൃദത്തിന്റെയോ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള ഒരു കൂട്ടുബന്ധത്തിന്റെയോ പേരിലല്ല UAEയും അതുപോലെ തന്നെ സൗദി അറേബ്യയും തമ്മിലുള്ള പ്രശ്നം. നേരെ മറിച്ച് അത് ചില നീക്കങ്ങളൊക്കെ സൗദി അറേബ്യക്ക് ഭാവിയിൽ ഭീഷണിയാകുമെന്ന് അവർ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അത്തരം പ്രശ്നങ്ങൾ. അതോടൊപ്പം തന്നെ ഇറാനുമായിട്ടുണ്ടായ യുദ്ധത്തിൽ ശക്തമായി അമേരിക്കക്കും ഇസ്രയേലിനും ഒപ്പം നിൽക്കണമെന്ന തീരുമാനമാണ് UAEയുടേത്. അതേസമയത്ത് സൗദി അറേബ്യ അങ്ങനെ നിന്ന് കഴിഞ്ഞാലുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, സൗദി അറേബ്യ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന എണ്ണ അതും തടസ്സപ്പെടുമെന്ന് സൗദി അറേബ്യക്ക് അറിയാം. അതുപോലെ തന്നെ യമനിൽ നിന്നുണ്ടാകുന്ന കരയാക്രമണങ്ങളാകാം, അതല്ലെങ്കിൽ അവിടെ നിന്നുണ്ടാകുന്ന യുദ്ധങ്ങൾ, ഇതെല്ലാം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഭീഷണിയായി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാനുമായി അങ്ങനെയുള്ള ഒരു യുദ്ധത്തിലേക്ക് നേരിട്ട് കടന്നു കഴിഞ്ഞാൽ അത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി തന്നെ പല പ്രതിസന്ധികളും നേരിടേണ്ടി വരുമെന്ന് സൗദി അറേബ്യക്ക് അറിയാം. അതുകൊണ്ട് ഇസ്രയേലിനും അമേരിക്കക്കും പരസ്യമായ പിന്തുണകൾ നൽകണ്ട എന്ന തീരുമാനമാണ് സൗദി അറേബ്യയുടേത്. എന്നാൽ UAEയുടേത് ആ രീതിയിലല്ല. ഇവിടെ തന്നെ GCCയിൽ വലിയ ഭിന്നത നിലനിൽക്കുകയാണ്. എന്നാൽ UAEയുടെ നീക്കത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രധാനമായും അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, ഇന്ധനത്തിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
അന്താരാഷ്ട്ര തലങ്ങളിൽ പണപ്പെരുപ്പം കൂടുകയും അതുപോലെ വസ്തുക്കൾക്ക് എല്ലാം വില വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ വലിയ ഭീഷണി ഉയർത്തുന്ന കാര്യമാണ്. അതിന്റെ എല്ലാം പിന്നിൽ നിലനിൽക്കുന്നത് എണ്ണയുടെ വില വർധനവാണ്. കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര തലങ്ങളിൽ $112 ഒരു ബാരലിന് ഉള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ വില വർദ്ധിക്കുന്നത് എങ്ങനെയെങ്കിലും ചുരുക്കുക എന്നത് അമേരിക്കയുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ട്രംപ് ഇടക്കൊക്കെ ഞങ്ങൾ ഇറാനുമായി ചർച്ച നടത്തിയിട്ടുണ്ട്, ഇപ്പോൾ പ്രശ്നം തീരുമെന്നൊക്കെ പ്രസ്താവന ഇറക്കുന്നത്. അതെല്ലാം എണ്ണയുടെ വില വർദ്ധിക്കാതിരിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. എന്നാൽ ഇപ്പോൾ UAE സാധാരണ ഓപെക്കിൽ നിലനിൽക്കുമ്പോൾ എണ്ണ ഉൽപാദനത്തിനുള്ള നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങളെ മറികടന്ന് കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുമ്പോൾ എണ്ണ വിപണിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. അത് എണ്ണ വില കുറയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും. ഇതിന് പിന്നിൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സമ്മർദ്ദം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ സമയത്ത് അങ്ങനെ UAE ഒരു നീക്കം നടത്തുമ്പോൾ അതിൽ പ്രധാനമായും ഈ ഒരു തന്ത്രമുണ്ട് എന്നത് ഉറപ്പാണ്. എന്നാൽ നിങ്ങൾ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഇവിടെ, എങ്ങനെയാണ് UAEക്ക് എണ്ണ വിൽക്കാൻ സാധിക്കുക? സൗദി അറേബ്യക്കും UAEക്കും ഒക്കെ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ എണ്ണ വിൽക്കാൻ സാധിക്കുക? കാരണം ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുകയാണല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. പക്ഷെ ഇപ്പോൾ നിലവിൽ സൗദി അറേബ്യക്കും അതുപോലെ തന്നെ UAEക്കും എണ്ണ വിൽക്കാനുള്ള സാഹചര്യങ്ങൾ നിലവിൽ ഉണ്ട്. അത് എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം, ഇതാണ് പേർഷ്യൻ ഗൾഫ്. ഇതുവഴിയാണ് ഹോർമുസ് കടലിടുക്ക് വഴി പുറത്തേക്ക് എണ്ണയും മറ്റു കാര്യങ്ങളൊക്കെ കപ്പൽ വഴി എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ കടൽ തടഞ്ഞിരിക്കുന്നത്. എന്നാൽ UAE സംബന്ധിച്ചിടത്തോളം അവരുടെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഹബ്ഷാൻ, അവിടെ നിന്നും ഫുജൈറയിലേക്കുള്ള ഒരു പൈപ്പ് ലൈൻ സംവിധാനമുണ്ട്. ഈ പൈപ്പ് ലൈൻ UAEയുടെ ഫുജൈറ എന്നറിയപ്പെടുന്ന ഈ ഭാഗത്താണ് വരുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഒമാനാണ്. ഒമാന്റെ ഒരു ഭാഗം ഇവിടെ ഈ ഒരു ഹോർമുസ് കടലിന്റെ എൻഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗം UAEയുടേതാണ്. ഈ UAEയുടെ ഈ ഭാഗത്ത് എത്തിച്ച് ഒമാൻ കടലിലേക്ക്, അതായത് പേർഷ്യൻ കടലിനെ ആശ്രയിക്കാതെ ഒമാൻ കടലിലേക്ക്, ഹോർമുസ് കടലിനെ ആശ്രയിക്കാതെ ഈ ഒമാൻ കടലിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം UAEക്കുണ്ട്. അതിനുള്ള പൈപ്പ് ലൈൻ UAEയുടെ സംവിധാനത്തിലുണ്ട്. അതുകൊണ്ട് UAE സംബന്ധിച്ചിടത്തോളം എണ്ണ ഇപ്പോഴും സപ്ലൈ ചെയ്യാൻ കഴിയും. ഏതാ ഇവിടെ ആയിരുന്നു, ഈ ഒരു പൈപ്പ് ലൈൻ ആയിരുന്നു ഇറാൻ കഴിഞ്ഞ ഒരു ആക്രമണത്തിൽ ലക്ഷ്യം വെച്ചിരുന്നത്. പക്ഷെ കൂടുതൽ ഇറാൻ ആക്രമിച്ചിട്ടില്ല. ഇപ്പോഴും ഈ പൈപ്പ് ലൈൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇത് സാധ്യമാക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. സൗദിയുടെ പെട്രോ ലൈൻ എന്നറിയപ്പെടുന്ന ഒരു പൈപ്പ് ലൈൻ ഉണ്ട്, പെട്രോ പൈപ്പ് ലൈൻ. ഈ പൈപ്പ് ലൈൻ നമുക്കറിയാം കിഴക്ക് ഭാഗത്താണ്, പേർഷ്യൻ കടലിനോട് ചേർന്ന ഭാഗത്താണ് സൗദി അറേബ്യയുടെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ഈ എണ്ണ യാമ്പു, അതായത് ചെങ്കടലിലേക്ക് നേരെ എത്തിക്കുന്ന ഏകദേശം 1200 കിലോമീറ്റർ നീളുന്ന വലിയ പെട്രോ ലൈൻ എന്നറിയപ്പെടുന്ന ഒരു ലൈൻ ഉണ്ട്. ഇതുവഴി ഏകദേശം 5 ദശലക്ഷം ബാരൽ ഒരു ദിവസം സൗദി അറേബ്യക്ക് സപ്ലൈ ചെയ്യാൻ ഈ പൈപ്പ് ലൈനിലൂടെ കഴിയും. പക്ഷേ സൗദിയെ സംബന്ധിച്ചിടത്തോളം 5 മുതൽ 8 ദശലക്ഷം ബാരലെങ്കിലും ഒരു ദിവസം സപ്ലൈ ചെയ്യണം. അതുകൊണ്ട് അത് പൂർണ്ണമായും സപ്ലൈ ചെയ്യാൻ ഈ പൈപ്പ് ലൈനിലൂടെ സാധിക്കുകയില്ല, പരിമിതികളുണ്ട്. എന്നാൽ പോലും ഈ പൈപ്പ് ലൈൻ മുഖേന സൗദി അറേബ്യക്ക് ചെങ്കടലിലേക്ക്, യംബുവിലേക്ക് എത്തിക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെയാണ് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഭീഷണി നിലനിൽക്കുന്നത്. കാരണം യമനിലെ ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ചെങ്കടലിൽ വലിയ രൂപത്തിലുള്ള ആക്രമണം ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം, ഗസയുമായുണ്ടായ യുദ്ധത്തിൽ യമൻ അതിൽ പങ്കെടുത്ത സമയത്ത് സുയസ് കനാൽ വഴിയുള്ള കപ്പലുകളെല്ലാം തടയുകയും ആക്രമിക്കുകയും ചെയ്തിരുന്ന യമനികൾ. അതിനൊന്നും പ്രതിരോധിക്കാൻ അമേരിക്കക്കോ സഖ്യകക്ഷികൾക്കോ സാധിച്ചിട്ടില്ല. അതേസമയം ഫുജൈറ വഴിയുള്ള ഈ സപ്ലൈ ഇത് യമനിലെ ആക്രമണം കൊണ്ട് അത്ര തന്നെ തടസ്സപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ ഇവിടെ തടസ്സപ്പെടുത്താൻ യമനികൾക്ക് സാധിക്കും. ഇത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിലുള്ള ഭീഷണിയാണ്. അതുകൊണ്ടാണ് ഇസ്രയേൽ അമേരിക്ക ഇറാനെതിരെ നടത്തുന്ന യുദ്ധത്തിൽ നേരിട്ട് അതിൽ ഇടപെടാൻ സൗദി അറേബ്യ തയ്യാറാകാത്തത്. മാത്രമല്ല, സൗദി അറേബ്യയുടെ കരമാർഗം ഇവിടെ നിന്നെല്ലാം ഹൂത്തികൾക്ക് ആക്രമണം നടത്താനുള്ള സാഹചര്യങ്ങൾ, സൗദി അറേബ്യക്ക് അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് വീണ്ടും പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതവരെ സാമ്പത്തികമായും എല്ലാ നിലയിലും പ്രതിസന്ധിയിലാക്കുമെന്ന് സൗദി അറേബ്യക്ക് അറിയാം. അതുകൊണ്ട് അത്തരം ഒരു നീക്കത്തിന് സൗദി അറേബ്യ തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഇവിടെ UAE സംബന്ധിച്ചിടത്തോളം മറ്റു ചില പ്രധാനപ്പെട്ട നേട്ടങ്ങളുണ്ട്. അതേസമയത്ത് UAE സംബന്ധിച്ചിടത്തോളം മറ്റു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഇപ്പോൾ ഊർജത്തിന് ബദൽ സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം,
വാഹനങ്ങളൊക്കെ ഇപ്പോൾ ബാറ്ററി സംവിധാനത്തിലേക്ക്, കറണ്ട് സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ധനം പരമാവധി 2040 ആകുമ്പോഴേക്ക് പരമാവധി കുഴിച്ചെടുക്കുക, അത് വിപണിയിൽ എത്തിച്ച് ലാഭം കൊയ്യുക എന്നതാണ്. കാരണം UAE സംബന്ധിച്ചിടത്തോളം അവർക്ക് എണ്ണ മാത്രമല്ല, അവരുടെ വരുമാന മാർഗം ടൂറിസവും അതുപോലെ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ അതുപോലെ വിദേശ ഇൻവെസ്റ്റ്മെന്റുകൾ, ഇതെല്ലാം അവരുടെ ലാഭത്തിന്റെ, അവരുടെ രാഷ്ട്രത്തിന്റെ സമ്പദ്ഘടനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും എണ്ണ മാത്രമാണ് ആശ്രയിക്കുന്നത്. മറ്റുള്ള ടൂറിസം കാര്യങ്ങളിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ദീർഘകാലം എണ്ണ അവർക്ക് ആവശ്യമാണ് പിടിച്ചു നിൽക്കാൻ. UAE സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ആവശ്യമില്ല. പരമാവധി കുഴിച്ചെടുത്ത് വിപണിയിൽ എത്തിക്കുക, ലാഭമുണ്ടാക്കുക എന്നതാണ് UAEയുടെ കാഴ്ചപ്പാട്. എന്നാൽ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പെട്ടെന്ന് കുഴിച്ചെടുക്കാൻ കഴിയില്ല. കാരണം അവരുടെ സാമ്പത്തിക വ്യവസ്ഥിതി അങ്ങനെയാണുള്ളത്. അതുകൊണ്ട് ഇവിടെ UAEയും അതുപോലെ തന്നെ സൗദി അറേബ്യയും തമ്മിൽ വലിയൊരു ഭിന്നത ഈ വിഷയത്തിലുണ്ട്. അതിന്റെ അടിസ്ഥാനപരമായ പല കാരണങ്ങളും അതല്ലാത്ത പലതുമാണ്. എന്തായിരുന്നാലും അത് ഇപ്പോൾ എണ്ണയുടെ വിപണിയിലേക്കും എത്തി എന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായിരുന്നാലും ഇതിലൂടെ വലിയ നേട്ടം അമേരിക്കക്ക് ഉണ്ടാക്കാൻ കഴിയും. ഈ യുദ്ധത്തിൽ എണ്ണ വില കൂടുതൽ ഉയർന്നു വരുന്നത് ഒരു പരിധിവരെ പരമാവധി എണ്ണ ഉൽപാദനം UAE മുഖേന നടത്തി ഒരു പരിധിവരെ അത് പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് ഇപ്പോൾ അമേരിക്ക ചിന്തിക്കുന്നുണ്ടാവും. അതിനിടയിൽ നമ്മുടെ പ്രേക്ഷകരായ പല ആളുകൾക്കും ഉപകാരപ്പെടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. സൗജന്യമായ ഇംഗ്ലീഷ് പഠനത്തോടൊപ്പം നമ്മുടെ കുട്ടികൾക്കുള്ള മദ്രസ പഠനവും കൂടെ നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ത്വയ്ബ അക്കാദമി. മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 2 പ്രത്യേകതകളാണ് ഈ സ്ഥാപനത്തിനുള്ളത്. ഒന്നാമത്തേത്, ഓരോ കുട്ടികളെയും ഇനീഷ്യൽ അസസ്മെന്റ് നടത്തി പ്രത്യേകമായ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. മദ്രസയിലേക്ക് തന്നെ പലപ്പോഴും എൻക്വയറി നടത്തുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, വായിക്കാൻ അറിയുന്നില്ല, ക്ലാസ് 4ലോ 5ലോ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പരാതിപ്പെടുന്ന പല ആളുകളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെയെല്ലാം ഇതിലൂടെ നമുക്ക് അസസ്മെന്റ് സെഷൻ നടത്തി ആ കുട്ടിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ പ്ലാനാണ് മദ്രസ തയ്യാറാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഫ്രീ ഇംഗ്ലീഷ് ലേണിംഗ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലാണെങ്കിലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്താൻ അവരെ പര്യാപ്തമാക്കുന്ന ഒരു രീതിയാണ് ഈ പ്ലാനിങ്ങിലൂടെ അക്കാദമി തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ഫ്ലുവൻ്റ് ആയി വായിക്കാനും സംസാരിക്കാനും അതോടൊപ്പം ഇംഗ്ലീഷ് ഗ്രാമറുകളെല്ലാം പഠിപ്പിക്കുന്ന രീതിയാണ്, അത്തരത്തിലുള്ള സിലബസ് ആണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ വിദേശത്തായതുകൊണ്ടോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കാൻ എന്തെങ്കിലും രീതിയിൽ തടസ്സം നേരിടുന്ന ആളുകൾക്കോ ഇതൊരു പക്ഷേ വലിയ ഉപകാരമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മദ്രസയോടൊപ്പം തന്നെ അവർക്ക് ഇംഗ്ലീഷും ലഭിക്കുന്നു എന്നതാണ് കേരളത്തിൽ ഓൺലൈൻ രംഗത്ത്, മദ്രസ രംഗത്ത് ഈ സ്ഥാപനത്തിന്റെ മാത്രം പ്രത്യേകത.